വോട്ട് വഴി ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിലെ തോണിയമ്പം കുന്ന് കോളനിയിലാണ്. പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്കർ താമസിക്കുന്ന കോളനിയാണിത്. തെരഞ്ഞെടുപ്പ് അടുത്തോടെ അവർക്കും നിരവധി പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടെ വോട്ട് വഴി കടന്നു ചെല്ലുകയാണ്. ചേച്ചി, കോളനിയിൽ വരുന്ന വഴി തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, വലിയൊരു കയറ്റം ഇതൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. പിന്നെ കുടിവെള്ളമില്ല, വീടില്ല, റോഡില്ല, ഇതൊക്കെ തന്നെയാണ്. വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ടോ? വെള്ളത്തിന് ക്ഷാമം. എന്റെ വീട് ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്താണ്. അവിടെ ഒറ്റ വീടായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്ന. വീടില്ല, ഭർത്താവില്ല, 3 കുട്ടികളുണ്ട്. അവിടെ വീടില്ല, എനിക്ക് ഷെഡിലാണ്. ചേച്ചി, വീടിന് എന്തെങ്കിലും സഹായങ്ങൾ സർക്കാർ? സഹായമുണ്ട്. 1.25 കൊണ്ട് ഇപ്പോഴത്തെ വീട് പണി തീരുവോ? തീരില്ലല്ലോ. അപ്പൊ കുറച്ച് പൈസ വാങ്ങി പിന്നെ ഞാൻ അങ്ങനെ കൊടുത്ത് കുറച്ച് പകുതി വരെ ചുമര് കെട്ടിയിട്ടുണ്ട്. പിന്നെ ആരും ഇല്ലാണ്ട് ആ റോഡ് സൈഡ് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അതാണ് വെള്ളത്തിന് ക്ഷാമം വരുമ്പോ എന്താ ചേച്ചി? വെള്ളം എവിടുന്നാ കൊണ്ടുവരും? വെള്ളം ഞങ്ങൾ താഴെ സാമിന്റെ അവിടെ നിന്ന് പോയിക്കൊണ്ടുവരും, അല്ലെങ്കിൽ ക്രഷറിന്റെ അവിടെ കിണർന്ന് പോയിക്കൊണ്ടുവരും. അപ്പൊ ഈ പ്രദേശത്തൊന്നും വെള്ളം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ വീടിന്റെ പണി ചേച്ചി സ്വന്തമായിട്ട് വീടുണ്ടോ? എനിക്ക് വീട് 2010 പാസ്സായതാണ്. അത് പൂർത്തിയാക്കിയിട്ടില്ല, പ്ലാസ്റ്റിക് കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ഈ വേനലും മഴയൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മഴക്കാലം അടുത്തായില്ലേ? ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കല്ലേ, രാഷ്ട്രീയക്കാർ വോട്ട് ചോദിച്ച് ഇങ്ങോട്ടൊക്കെ വന്നു തുടങ്ങിയോ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല, കാര്യം വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അല്ലേ? വളരെ കുറച്ച്. എത്ര കുടുംബങ്ങളുണ്ട്? നിങ്ങൾ കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 9 കുടുംബങ്ങളുണ്ട്. അത്ര പേരേ ഉള്ളൂ. ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം പറഞ്ഞു, പിന്നെ റോഡ് ഒരു വലിയ പ്രശ്നമല്ലേ? കാര്യം നിങ്ങൾ എങ്ങനെയാണ് ആശുപത്രികളിലേക്ക് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ? നടന്നു പോകും. വണ്ടി ഇല്ലാണ്ടാകുമ്പോ കുട്ടികളൊക്കെ അസുഖം വന്ന് എടുത്തിട്ട് ഓടും, അല്ലാണ്ട് രക്ഷയില്ലല്ലോ. അതാണ് കുഴപ്പം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടതാണ്, വളരെ വല്ലാത്ത അവസ്ഥയിലാണ്, വലിയൊരു കയറ്റമാണ്. എന്തായാലും ഒരു ഓട്ടോ പോലും വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ തന്നെ ഇവർ പുറത്തെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അത്തരം പ്രശ്നങ്ങൾക്കൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ വീട്, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ പരിമിതമായ ഒരു കോളനിയാണിത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഇപ്പൊ ഇത് 4ാമത്തെ കൊല്ലം ഭർത്താവ് മരിച്ചിട്ട് മാർച്ച് 17-ാം തീയതി ഇതുവരെ ഞാൻ എഴുതി കൊടുത്തിട്ട് എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. പെൻഷൻ കിട്ടുന്നുണ്ട്, മറ്റേ പൈസ കിട്ടിയിട്ടില്ല. വന്നിട്ടില്ല. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളാ കടലാസ് നാശാക്കണ്ട, വെച്ചോളി ഇങ്ങനെ പറയും. ഞാൻ ഇങ്ങനെ മെനക്കെട്ട് നടക്കും. ആരും ഇല്ലാത്തവരല്ലേ. വോട്ട് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യാറുണ്ട്. ഇത്തവണയും ചെയ്യും? ഇത്തവണ എന്തെങ്കിലുമൊക്കെ തന്നാ ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. എങ്ങനെയാണ് വോട്ട് ചെയ്യും തീരുമാനിച്ചോ ഇത്തവണ? നോക്കട്ടെ, എന്റെ വീടിന്റെ അവസ്ഥ നിങ്ങൾ വന്ന് കണ്ടാ പറയും. അതുകൊണ്ട് വോട്ട് ചെയ്യും. ആരെങ്കിലും ചോദിച്ചു വരട്ടെ, അന്നേരം പറയാം അവരോട് എന്താ പറയണ്ടെന്ന്. ചേച്ചി, തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, അപ്പൊ ഇത്തവണ വോട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ വോട്ട് ചെയ്യാന്നാ? എന്താ പ്രശ്നം? വീട് പൊട്ടി നാശമായിട്ടുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്, പിന്നെ ഈ റോഡ് സൗകര്യം ഇല്ല, പിന്നെ എങ്ങനെയാ എല്ലാത്തിനും ബുദ്ധിമുട്ട്. വീടിന് എന്തെങ്കിലും സർക്കാർ സഹായം കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. സ്വന്തമായിട്ട് എടുത്തതാണ്? സ്വന്തമായി എടുത്തതല്ല, സർക്കാരിന് 75-ന്റെ വീടാണ് ഏറ്റത്. അതിന്റെ പണി പൂർത്തിയായിട്ടുണ്ടോ? പണി പൂർത്തിയായിട്ടുണ്ട്, പൊട്ടല്ലേ, അത് മുഴുവനും പൊട്ടാ. പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലേക്ക് കുറച്ച് താഴെ ഇറങ്ങണ്ടേ, ലേശ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് കോളനിയിലെ മറ്റ് വീടുകളിൽ കൂടെ ഒന്ന് കയറാം. ചേട്ടാ, എന്താണ് അവസ്ഥ? അവര് നേരത്തെ പറഞ്ഞു ബുദ്ധിമുട്ടാണ്, വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡ് പ്രശ്നങ്ങളുണ്ട്, വീടിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത്? ഇവിടെ വീടിന്റെ പ്രശ്നം, വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ വഴി കുറേയായി, ഇപ്പൊ അവർ എഴുതി കൊണ്ടുപോയിട്ട് കൊല്ലങ്ങളോളായി അത് റോഡ് തരാന്ന് പറഞ്ഞിട്ട്. ഇതുവരെ അതിന്റെ ഒരു അധീനമില്ല. അങ്ങനെ ഇവിടെ ജോലിക്കാരങ്ങനെ ഉദ്യോഗസ്ഥന്മാരങ്ങനെ പെട്ടെന്നൊന്നും ഇവിടെ എത്തിപ്പെടുന്നുമില്ല. പ്രൊമോട്ടർമാർ വരികയാണെങ്കിൽ തന്നെ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒന്നും ഉണ്ടോന്നില്ല. ഇത് 4 ഭാഗം നടന്നു നോക്കും, അവരാൻ പോകും. എന്താ വേണ്ടെന്നുള്ളതൊന്നും അവർ ചെയ്തു തന്നിട്ടില്ല ഇന്ന് വരെ. പിന്നെ ഈ വീടാണ് നിർമ്മതിന്റെ വീടാണ്. നിർമ്മതി തന്നിട്ട് 8 കൊല്ലത്തോളമായി, പണി പൂർത്തിയാക്കിയില്ല. അവർ പകുതി ഇട്ടിട്ട് പോയതാ. കളക്ടറും ഈ പ്രോജക്ട് ഓഫീസറും കൂടിയാണ് ഈ വീട് പണി എടുപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പകുതി വീടിന്റെ പണിയെടുത്ത ആൾക്ക് ഇനി 2 ലക്ഷം റുപ്യ കൊടുക്കാനുള്ള ഇതൊന്നും. പിന്നെ എന്താ ചേട്ടാ ജോലിയൊക്കെ എങ്ങനെയാണ്? ജോലി കൂലിപ്പണിക്കാ പോകും, ദിവസം പോകും. രാഷ്ട്രീയക്കാരൊക്കെ വോട്ട് ചോദിച്ച് ഈ വഴിയൊക്കെ വന്നോ? ഇല്ല, ആരും വന്നില്ല. പക്ഷെ വോട്ട് ചോദിച്ചു വന്നാൽ ഞങ്ങൾ ഈ കൊല്ലം വോട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ തീരുമാനം അറിയാതെ ഞങ്ങൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നില്ല. ഈ കോളനിക്കാരും പോകില്ല. ചേച്ചി, വീട് പണിയൊക്കെ ഇതുവരെ? വീട് പണി പൂർത്തിയായിട്ടില്ല. പിന്നെ ഇങ്ങനെ കെട്ടിയിട്ട പോലെ തന്നെ ഉണ്ട്. ഇപ്പൊ വാർത്ത് പൂർത്തിയാക്കാനുള്ള പൈസ കിട്ടിയില്ല സർക്കാരിൽ നിന്ന്? ഇല്ല, കിട്ടിയില്ല.
കിട്ടിയിട്ടില്ല. ഇപ്പൊ എത്ര രൂപ തന്നു സഹായമായിട്ട്? അത് കൃത്യമായിട്ട് അറിയില്ല. നിർമ്മിതിക്കാരെ ഒന്നിച്ചെടുത്ത വീടാണിത്. അപ്പൊ അവരങ്ങനെ ഇതുപോലെ ആക്കിയിട്ടിട്ട് പോയത് എല്ലാ വീടും. ഈ കോളനിയിൽ 8 വീടും അങ്ങനെ ആക്കിയിട്ടിട്ട് പോയതാ. മുഴുവനാക്കിയിട്ടില്ല? ഇല്ലല്ല. അപ്പൊ ഈ പ്രശ്നമാണല്ലേ, പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു വീടിന്റെ ഒരു എല്ലാം കൂടി പൊട്ടി അങ്ങനെ. പിന്നെ കുടിവെള്ള പ്രശ്നമുണ്ട്. എവിടുന്ന വെള്ളം കൊണ്ടുവരുന്നത്? നല്ല താഴെ എടുത്തു കൊണ്ടുവരണം. പൈപ്പ് സൗകര്യങ്ങളൊന്നും ഇല്ല. ഈ എത്ര ആവശ്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരോട് പറയാറുണ്ടോ അവര് വരുമ്പോ? പറയാറുണ്ട്. അവര് വോട്ട് ചെയ്ത് വന്നിട്ടില്ല. വോട്ട് ചെയ്ത് ചോദിച്ച് വന്നിട്ടില്ല. ഇനിയിപ്പോ വോട്ട് ചോദിച്ച് വരികയാണെങ്കിൽ എന്താ അവരോട് പറയാ? അവരുടെ അടുത്ത് ഇതൊക്കെ തന്നെ ഞങ്ങൾ പറയാറുള്ളൂ. വേറെ പ്രത്യേകിച്ച് എല്ലാ പ്രാവശ്യം ഇത് തന്നെ പറയാറ്. അപ്പൊ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നേ ഉണ്ടാവുള്ളൂ. നടപടികളൊന്നുമില്ല. പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുനായ്ക്കർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് PVTG പദ്ധതി. ആ പദ്ധതി പ്രകാരം കോളനി വികസനത്തിലെ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കെല്ലാമാണ് പണം അനുവദിച്ചിരിക്കുന്നത്. 146 കോടി രൂപ ഇവർക്കായി മാത്രം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കോളനിയിൽ വന്നു നോക്കിയപ്പോൾ കാണാൻ പറ്റുന്ന സ്ഥിതി, ആ പദ്ധതിയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് മാസം 25 കിലോ അരി മാത്രമാണ്. അല്ലാതെ മറ്റ് വീട് നിർമ്മിച്ചിട്ടില്ല, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടന്നിട്ടില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് PVTG പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? PVTGയുടെ പദ്ധതി വന്നിട്ട് 2 വർഷം പിന്നിട്ടു. പക്ഷെ 2 വർഷം പിന്നിട്ടിട്ട് ഇതിന്റെ നടത്തിപ്പിന്റെ കുറെ അപാകതകളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആരോട് ചോദിക്കണം, ആരോടാണ് ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചറിയേണ്ടതെന്ന് ഇന്നും ഒരു ഇതില്ലാത്തതാണ്. നമുക്ക് സെക്ടറൽ ഓഫീസർമാരുണ്ട്. വയനാട്ടിൽ 4 സെക്ടറൽ ഓഫീസർമാരുണ്ട്. ഈ 4 സെക്ടറൽ ഓഫീസർമാർക്ക് ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതല ആർക്കാണ്, ഇത് ആരോട് പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക, ഇത് അവർക്ക് പോലും അറിയില്ല. പക്ഷെ ആവശ്യമില്ലാതെ കുറെ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമുക്കൊരു ഡോക്ടർ, പ്രത്യേകിച്ചൊരു ഡോക്ടറെ വെക്കല്. ഈ ഡോക്ടർ വരുന്നത് 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു കോളനിയിലെത്തുക. അതിനിടയ്ക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കിട്ടലുണ്ടാവില്ല. അതിനിടയ്ക്ക് മരണം സംഭവിക്കുന്നതുണ്ട്. ഈ പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഗുണം എന്താണ്? നമുക്ക് കിട്ടിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുനായ്ക്കർക്കായിട്ട് മാത്രമായതുകൊണ്ട് ഇതൊരു ഫണ്ടും കുറവാണ്. ആകെ 148 കോടി വന്ന് 4 വർഷത്തേക്കാണ്. 2 വർഷം കൊണ്ട് 81 കോടി രൂപ തീർത്തു. ഇനി 2 വർഷത്തേക്കുള്ള പൈസ ബാക്കി വരാനുള്ളത്. ഈ പൈസ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. വീടിന്റെ നിർമ്മാണം ഏകദേശം 3/4% കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു 1000 വീടും കൂടെ പുതിയതായിട്ട് വരുന്നുണ്ട്, പുതിയ ഭവന നിർമ്മാണത്തിനായിട്ട്. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ തീരെ വീട് കിട്ടാത്തവരുണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് കിടന്നുറങ്ങുന്നവരുണ്ട്. ഒന്നാമത് കോളനിയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വളരെ പരിമിതമാണ്. കാര്യം വരുമ്പോൾ റോഡില്ല, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. ഇല്ല, അത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭരണാധികാരിയുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ബാബു എന്നാണ്. വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ 8 അംഗ കുടുംബമുള്ള കോളനി, തോണിയമ്പംകുന്ന് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കോളനിയാണിത്. ഇവിടെ പഞ്ചായത്തിൽ പോയി ആദ്യം പറഞ്ഞപ്പോൾ നമ്മളുടെ ഒരു രേഖ പോലും ഈ കോളനിയെ കുറിച്ചില്ലെന്നാണ് അവർ സംസാരിച്ചത്. പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഈ സ്കീമിൽ നിന്നോ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. രണ്ടാമത്, റോഡിൻ്റെയും കിണറിൻ്റെയും വീടുകളുടെയും എല്ലാ പണികളുടെ എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ട് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന മൂസ സാറ് എടുത്തു പോയിട്ട് ഇതുവരെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാളിപ്പോൾ വേറെ പോയി, പുതിയ സാറ് വന്നു. പുതിയ സാറ് വന്നിട്ട് പോലും ഇന്നേ വരെ ഈ കോളനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെക്കുറിച്ചോ അയാൾ വന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൂന്നാമത്, ആകെ കിട്ടുന്നത് 25 കിലോ അരി, ആ കാര്യങ്ങൾ മാത്രം കറക്റ്റ് ഒരു 6 മാസം മഴക്കാലം നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു സംഭവവും ഇല്ല. പിന്നെ വോട്ടെടുപ്പിൻ്റെ കാര്യമായാലും അവർ വന്ന് മാറി മാറി വരുന്ന ഭരണസമിതി അവർ വന്ന് പറയുന്നത് ഇത് ചെയ്യാം അത് ചെയ്യാം, പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കീമായാലും വന്ന് നാളെ ചെയ്തു തരാം എന്ന് പറയുന്നതല്ലാതെ വേറെ ഒരു വാഗ്ദാനങ്ങൾ മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, കുടിവെള്ളം, ഈ 2 കാര്യം ചെയ്തു തരുന്നത് വരെ ഒരു കാട്ടുനായ്ക്ക കോളനിയിൽ നിന്ന് ഒരു കുട്ടിയും വോട്ട് ചെയ്യാൻ പോകില്ല. ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ ഞങ്ങളുടെ സംഘത്തിന്റെ തീരുമാനം കൂടിയാണത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി വോട്ട് ചെയ്യില്ല എന്നുള്ളത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാന പ്രശ്നം. ഇവർ വലിയൊരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ്. ഈ കോളനിയിൽ 8 കുടുംബങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പൊതുചർച്ചയിലേക്ക് തുറന്നു വയ്ക്കാനും രാഷ്ട്രീയക്കാർ മടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വോട്ട് വഴി ചിന്തിച്ചത് ഇത്തരം പ്രശ്നങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന്. എന്തായാലും വോട്ട് വഴി യാത്ര തുടരുന്നു.